പത്തനംതിട്ടയിലേക്ക് പോകുന്നു. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്താണ് പത്തനംതിട്ട ജില്ലയിലെ സാഹചര്യം? മഴയില്ലെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ആറന്മുള, റാന്നി തുടങ്ങിയ മേഖലയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് തുടങ്ങുന്നത്. അതിപ്പോഴും കഴിഞ്ഞ 2 ദിവസമായി സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് ദുരിതം പ്രദേശവാസികൾ അനുഭവിക്കുന്നതിൽ തിരുവല്ലയാണ് ഏറെ. അപ്പർ കുട്ടനാട് മേഖലയുള്ള തിരുവല്ല, നിരണം, കടപ്ര തുടങ്ങിയ പെരിങ്ങര തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ മിക്ക വീടുകളും വെള്ളത്തിനടിയിലായിട്ട് 2 നില വീടിന്റെയൊക്കെ 1 നിലയൊക്കെ മുങ്ങിയ അവസ്ഥയുണ്ട്. അവിടെയുള്ള താമസിക്കുന്ന ആളുകളെയൊക്കെ പിന്നീട് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിലർ ക്യാമ്പിലേക്ക് വരാതിരിക്കുന്നതാണ് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കാരണം ചിലർക്ക് വീട് വിട്ട് വരാനുള്ള മടിയുണ്ട്. പക്ഷേ ഈ പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ, മണിമലയാറ്റിലെയും പമ്പയാറ്റിലെയും ജലനിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ ഈ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖല പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ആറന്മുളയിലെ പല സ്ഥലങ്ങളിൽ, ആറന്മുളയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യമുണ്ട്. നിലവിൽ റാന്നിയിൽ ഇന്നലെ മഴ പെയ്ത സമയത്ത് റാന്നിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ആ മഴ പെയ്ത സമയത്ത് ചെളിയും വെള്ളമൊക്കെ കോരിക്കഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിലായതിനു ശേഷമാണ് രാത്രിയിൽ വീണ്ടും അപ്രതീക്ഷിതമെത്തിയ മഴയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ റാന്നിയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായി. കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. എന്തായാലും മന്ത്രി വിഷ്ണുനാഥും റവന്യൂ മന്ത്രി അനിൽകുമാർ അടക്കമുള്ള മന്ത്രിമാര് സ്ഥലത്ത് ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. അവലോകന യോഗം നടത്തുന്നു. കൃത്യമായി ക്യാമ്പുകളിൽ വേണ്ട കാര്യങ്ങൾക്കെല്ലാം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. നിലവിൽ കൊല്ലത്ത് നിന്നും 7 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളി ബോട്ട് അടക്കം സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആറന്മുളയിലും റാന്നിയിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഒരു 15 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഡാം തുറന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അത്തരത്തിൽ കക്കാട്ടാറിന്റെ തീരങ്ങളും ഒപ്പം പമ്പയാറിന്റെ തീരങ്ങളിലും ഒക്കെ വെള്ളം വീണ്ടും നേരിയ തോതിൽ ഒരടി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം താഴോട്ട് ഒഴുകിപ്പോകാൻ പറ്റാത്തൊരു കാര്യം. അതായത് റാന്നിയിൽ നിന്ന് വെള്ളം ഒഴുകിയാൽ പിന്നെ ആറന്മുളയാണ്. ആറന്മുള അടക്കം പിന്നീട് തിരുവല്ല, ചെങ്ങന്നൂര് ഇങ്ങനെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ചെങ്ങന്നൂരും തിരുവല്ലയും ഒക്കെ ഈ കോഴഞ്ചേരിയൊക്കെ ഈ പമ്പയാറിന്റെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ വെള്ളം ഒഴുകി മാറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിലും വെള്ളം നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ ആളുകൾ സമാനതകളില്ലാത്ത ദുരിതം ആളുകൾ അനുഭവിക്കും എന്നുള്ളതാണ്. ഏറെ കൃഷികളും വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും. ഇത് മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ മഴക്കെടുതികൾ ഉണ്ടായത്. എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകളിലും മഴ ശക്തമാണ്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ, ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടിൽ വലയുകയാണ് ജനങ്ങൾ. ജില്ലയിലെ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ താലൂക്കിൽ 4, കോതമംഗലം താലൂക്കിൽ 2, കുന്നത്താട് താലൂക്കിൽ 1 വീതം ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. തൃശ്ശൂരിലും സമാനമായൊരവസ്ഥയാണ്. തൃശ്ശൂർ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ആലപ്പുഴ AC റോഡിലും വെള്ളക്കെട്ടാണ്. കോട്ടയം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.